യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ശ്രദ്ധയെ കൊടുത്തുകൊണ്ടാണല്ലോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ആ കൂട്ടത്തിൽ അല്പം പ്രാധാന്യത്തോടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നത് തന്നെ ഒരു നല്ല സൂചനയാണ്. കാരണം അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സും ഒരു മനോഭാവവും നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെയാണ് നിങ്ങളെ കാണുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ 15,000-ലധികം നിയോഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശ കണക്കാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഇതേ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. തുല്യ പ്രാധാന്യത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഇവിടെയും ഭവനങ്ങളിലിരുന്നും പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുവാണ്. ഓരോ വയസ്സു മുതൽ തുടങ്ങി വിവിധ പ്രായത്തിലുള്ള ഓരോ വ്യക്തികളെ, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ നല്ല പ്രാർത്ഥനകൾ, നല്ല സ്വപ്നങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ വഴിതെറ്റിപ്പോകല്, തകർന്നു പോകരുത്, നശിച്ചു പോകരുത്, തെറ്റായ കൂട്ടുകെട്ട് വരരുത്, മൊബൈൽ അഡിക്ഷനായി പഠനം തകർന്നു പോകല്, ലക്ഷ്യത്തിലെത്തണം, വീടിൻ്റെ അനുഗ്രഹമാകണം, മക്കളുടെ നന്മ കാണാൻ കഴിയണം. ഇതൊക്കെയാ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന സകലരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, അങ്ങയുടെ പരിശുദ്ധ വചനത്താൽ നിറച്ച്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ. ഈ ദിവസങ്ങളിൽ ഈ 15-ാം തീയതി വരെ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ഫലമാകാൻ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയും അനുഗ്രഹമാണ്. സാധിക്കുന്നിടത്തോളം ആളുകൾ പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇതൊരു ശക്തിയാണ്, ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു ബലമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 28-ാമത്തെ വാക്യം ദാവീദിനെ കുറിച്ചാണ്. സഹോദരന്മാർ ദാവീദിനെ യുദ്ധസ്ഥലത്ത് കാണുമ്പോൾ അവർ ദാവീദിനെ കുറ്റം പറയുന്നുണ്ട്. നീ എന്തിനു വന്നു? യുദ്ധം കാണാൻ വന്നതല്ലേ? ഞാൻ ഈ വാക്യം വായിക്കുന്നത് ബൈബിളിലെ ഒരു വാക്യത്തെ മുൻനിർത്തിയാണ്. കുറ്റം പറഞ്ഞ് കളിയാക്കി തള്ളിക്കളഞ്ഞ ഒരു കല്ല് മൂലക്കല്ലായി മാറിയതും വിജയിച്ചതും ആ ഒരു കാര്യം ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുവാണ്. പലരും നിങ്ങളെ കുറ്റം പറയുന്നുണ്ട്, പലരും നിങ്ങളെ കളിയാക്കുന്നുണ്ട്, പലരും നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നുണ്ട്, നാണം കെടുത്തുന്നുണ്ട്, പലരും പല വിധത്തിൽ മനോദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. ഈ വാക്യം വായിക്കുന്നത് 17-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിന് ഇവിടെ വന്നു? കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ വന്നത് യുദ്ധം കാണാനല്ലേ? അപ്പോൾ ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ. അവൻ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതേ ഉത്തരം പറഞ്ഞു. ദാവീദിൻ്റെ സഹോദരന്മാർ ദാവീദിനോട് ചോദിക്കുക, നീ എന്തിനിവിടെ വന്നു? എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഇത് ചോദിക്കുന്നത്. നീ എന്തിനാണ് ആടുകളെ മരുഭൂമിയിലിട്ടിട്ട് എന്തിനിങ്ങോട്ട് വന്നു? നിൻ്റെ മനസ്സിൽ അഹങ്കാരമല്ലേ?
നീ വലിയ പുള്ളിയാണെന്നല്ലേ ചിന്തിക്കുന്നത്? ഭയങ്കരമായി കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഒരു വലിയ വേദന ഉണ്ടാകുന്ന ഒരു അനുഭവം ദാവീദിനുണ്ടായി. പക്ഷെ ഇവിടെ ദാവീദ് അതിന് ഉത്തരം കൊടുത്തത് ജീവിതം കൊണ്ടാണ്. അതിനുത്തരം കൊടുത്തത് പ്രവൃത്തി കൊണ്ടാണ്. വാക്കുകൊണ്ടുള്ള യുദ്ധമല്ല അവിടെ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറേ പേർ കുറ്റം പറയുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. ഒന്നും ആകുകയില്ല, ഒന്നും എത്തിയേല, അങ്ങനെയൊക്കെ ആവുള്ളൂ, ഇങ്ങനെയൊക്കെ എത്തുള്ളൂ, അതിന് കഴിവുണ്ടോ, ബുദ്ധിയുണ്ടോ, ശക്തിയുണ്ടോ, പണമുണ്ടോ, ഇന്നയാളല്ലേ അവരുടെ അപ്പനും അമ്മയൊക്കെ. പല കാരണങ്ങളാൽ നമ്മളെ പലരും താഴ്ത്തിക്കെട്ടും. അതിനൊക്കെ മറുപടി ജീവിതം കൊണ്ടാണ് കൊടുക്കേണ്ടത്. ജീവിതം കൊണ്ട് ലക്ഷ്യത്തിലെത്തി വിജയിച്ച്, ജീവിതം കൊണ്ട്. അല്ലാതെ ഇതൊരു കോംപ്ലക്സായി മാറി ഞാൻ അങ്ങനെയാ, എന്നെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞതുകൊണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയേക്കാം എന്നല്ല ദാവീദ് ചിന്തിച്ചത്. എന്നാൽ നിങ്ങൾക്ക് വിഷമമായെങ്കിൽ ഞാൻ മരുഭൂമിയിലേക്ക് തന്നെ പോയേക്കാം, ആടുകളടുത്തേക്ക് പോയേക്കാം, വീട്ടിലോട്ട് പോവുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ മൂലക്കിരുന്ന് കരയുന്ന ദാവീദിനെ കാണുന്നില്ല. ദാവീദ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ഇനി 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാര്യങ്ങൾ മുഴുവൻ മാറി മറിഞ്ഞു. തൊട്ടിപ്പുറത്തൊരു പ്രത്യേകതയുണ്ട്. ഈ 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ഒക്കെ ഉണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെ കാണാം. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ദാവീദിനെ കാണാം. കുറ്റം കേട്ടു, കുറവ്, അങ്ങനെ ഇങ്ങനെ വിമർശനം എല്ലാം കേട്ടപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു നിന്ന ദാവീദ് ആർക്കും വേണ്ടാത്ത തള്ളിക്കളഞ്ഞ കല്ല് ഇപ്പോൾ മൂലക്കല്ലായി മാറി. വായിക്കാം 18-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളൊക്കെ വായിക്കാം. 7, അവർ സന്തോഷം കൊണ്ട് മതിമറന്നാടി. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. 6-ാമത്തെ വാക്യം, ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി. സാവൂൾ 1000, ദാവീദോ 10,000. തള്ളിക്കളഞ്ഞ കല്ല് ഗോലിയാത്തിനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പം സാവൂളിനേക്കാൾ മികച്ചതായി എല്ലാ സ്ഥലത്തും ദാവീദിനെ കാണാൻ തുടങ്ങി. ഹെഡിങ് തന്നെ സാവൂളിൻ്റെ അസൂയ എന്നാണ്. ദാവീദ് ഒരു വലിയ വിജയം നേടി. ആ രാജ്യത്ത് മുഴുവൻ എല്ലാ നഗരങ്ങളിലും ദാവീദിൻ്റെ പേര് ഉയർന്നു. രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലുമുള്ള സ്ത്രീകൾ തപ്പുകൊട്ടിയാടി ദാവീദിൻ്റെ പേര് സാവൂളിൻ്റെ പേരിനേക്കാൾ മുൻപന്തിയിൽ ഉയർത്തി. സന്തോഷം കൊണ്ട് മതിമറന്നാടിയെന്ന് എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ കല്ലാണ്. നീ എന്തിനെവിടെ വന്നു? നീ യുദ്ധം കാണാൻ വന്നതല്ലേ? ഞങ്ങളെ കളിയാക്കാൻ വന്നതല്ലേ? നീ തിരിച്ചു വേഗം വീട്ടിലോട്ട് പോ, ഇവിടെ നിൽക്കണ്ട. തള്ളിക്കളഞ്ഞ കല്ല്, കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞ കല്ല് പിന്നീട് ഒരു രാജ്യത്തിൻ്റെ വിജയത്തിൻ്റെ നാഴികക്കല്ലായി മാറുന്ന മൂലക്കല്ലായി മാറി. നിങ്ങളും എന്നെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്, യുവതീവാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ചിലരിത് കേൾക്കണം, ചിലരോടിത് പറയണം. ജീവിതം കൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത്. ജീവിതത്തിൽ വിജയിച്ചാണ് ചിലരുടെ മുമ്പിൽ അതിന് മറുപടിയായി മാറേണ്ടത്. ജീവിതം ഒരു മറുപടിയായി മാറണം. അനേകരുടെ മുമ്പിൽ ഒരു നാഴികക്കല്ലായി മാറണം. പലരും നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരും, അത്ഭുതത്തോടെ നിങ്ങളെ നോക്കും. ഒരു രാജ്യത്തിൻ്റെ വിജയം പോലും വന്നത് ദാവീദിലൂടെയാണ്. ഈ വിജയം മാത്രം കണ്ടാൽ പോരാ. ഈ വിജയത്തിന് മുമ്പ് ദൈവത്തിൻ്റെ നാമത്തെ മടികൂടാതെ പരസ്യമായി അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ച് മനസ്സിൽ പറഞ്ഞു എന്നല്ല, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിനാണ് ഈ വിജയം ഉണ്ടായത്. ഈ വിജയമുണ്ടായത് നിങ്ങൾ കുഞ്ഞുങ്ങളായാലും യുവതി യുവാക്കളായാലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ കഴിവില്ല, കളറില്ല,
ബുദ്ധിയില്ല. നീ ജയിക്കുവോ? ജയിക്കില്ല. നിനക്കതിന് കഴിവില്ല, നിനക്കൊരു കഴകത്തില്ല, ബുദ്ധിയില്ല. പല കാര്യങ്ങളും കേട്ട് എന്നോട് മാത്രം സ്നേഹമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനെ ചിന്തിച്ച് കോംപ്ലക്സായി മനസ്സ് മുറിഞ്ഞ് അകത്തെ റൂമിൽ പോയി വാതിലും ജനലും അടച്ച് കിടന്നുറങ്ങുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്ക്. നിങ്ങളായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലത്തെ ആൾ. ഏറ്റവും നിങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ആ വീട്ടുപേര് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ പേരായിരിക്കും ആദ്യം ഓർക്കുന്നത്. എന്നെ ആളുടെ അതാരാന്ന് ചോദിക്കാൻ ഇടയാകണം. അതേപോലെ ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. തള്ളിക്കളഞ്ഞ കല്ല്, കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തിയ കല്ല് ഒരു രാജ്യത്തിൻ്റെ വിജയത്തിന് കാരണമാകുന്ന നാഴികക്കല്ലാകുന്ന മൂലക്കല്ലായി മാറി. പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. പലരും നമ്മളെ കുറ്റം പറയുന്നുണ്ട്, ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പലരും ഏഷണി പറയുന്നുണ്ട്, അസൂയ പറയുന്നുണ്ട്, ഇല്ലാവചനം പറയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക. വാക്കുകൊണ്ടുള്ള യുദ്ധം വേണ്ട. വാക്കുകൾ കൊണ്ടുള്ള മറുപടി വലിയ ഗുണമില്ല. ജീവിതം കൊണ്ടുള്ള മറുപടിക്കാണ് ഗുണമുള്ളത്. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. ഇന്നും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ചെറിയൊരു ത്യാഗമെടുത്ത് ഈ ദിവസം പ്രാർത്ഥിക്കുവാണ്. എന്തിന്? ഇവിടെ ലഭിച്ചിട്ടുള്ള ഇതിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ആ പ്രാർത്ഥന ഫലവത്താകാൻ, ആ പ്രാർത്ഥന ഫലമുള്ളതാകാൻ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ബുധനാഴ്ച ദിവസം നിങ്ങളെ ഓർത്ത് ദൈവകരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളുടെ നാട്ടിൽ, ദേശത്ത്, അയൽവക്കത്ത് പ്രിയപ്പെട്ടവർ സ്വഭാവവ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, വചനം കേൾക്കുന്നവരുണ്ട്, വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, അയച്ചു കൊടുക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിച്ചവരുണ്ട്. അവരെല്ലാവരെയും ഓർക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രക്ഷകൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവേ, തിരുരക്തത്താൽ അവരെ കഴുകണമേ, തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വചനത്താൽ നിറയ്ക്കണമേ, വചനത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ആ വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഓരോ മുറികൾ, അതിന് കയറി വരുന്ന വഴി, അതിൻ്റെ മുറ്റം, അവിടെ എല്ലാം ദൈവീക അന്തരീക്ഷം ഉണ്ടാകട്ടെ. ദോഷങ്ങളെല്ലാം മാറിപ്പോകട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ മാറട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവീകമായ സമാധാനം നിറയട്ടെ. സാമ്പത്തികമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വരുമാന മാർഗം അനുഗ്രഹമാകട്ടെ, തൊഴിൽ അനുഗ്രഹമാകട്ടെ, ഇന്ന രാജ്യത്ത് PR കിട്ടാൻ, ആ ഭാഷ പഠിക്കാൻ ഇടയാകട്ടെ. സുരക്ഷിതമായിരിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. എല്ലാത്തരം തിന്മയുടെ അന്ധകാര സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. സമാധാനം നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം ഉണ്ടാകണമേ. ഈ ദിവസം അനുഗ്രഹമാകട്ടെ, ഈ ദിവസം അനുഗ്രഹമാകട്ടെ. ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഒരു വിജയം അനുഭവിക്കാൻ ഇടവരട്ടെ. ഇന്ന് കേട്ട വചനവും പ്രാർത്ഥനയും നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് ആയി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.